ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1583. ഇന്ന് മെയ് മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 122-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈ വർഷത്തെ 5-ാമത്തെ മാസത്തിന്റെ ആദ്യ ദിനത്തിലെത്തി. യേശു ആരെയാണ് സത്യത്തിൽ അറിയാതെ പോകുന്നത്? ആരുമായിട്ടാണ് ഒരു പരിചയവും ഇല്ലാതെയും പുതുക്കാതെയും പോകുന്നത്? ഗൗനിക്കാതെയും പരിഗണിക്കാതെയും യേശു ആരെയായിരിക്കും വിട്ടുകളയുന്നത്? അവ അനീതി പ്രവർത്തിക്കുന്നവരെയാണെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതും ക്രിസ്തുയേശു നേരിട്ട് തന്നെ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21, 22, 23 തിരുവചന ഭാഗത്തിലേക്ക് എത്തിയാൽ അത് ബോധ്യപ്പെടും. നമ്മൾ ഭയങ്കര അഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കേറെ അവകാശവാദങ്ങളുമുണ്ട്. ക്രിസ്തുയേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സംബന്ധിച്ചും സകല കാര്യങ്ങളിലും. പക്ഷേ ഒടുവിലത്തെ ആ നിർണായക ദിനത്തിലും നേരത്തിലും നിമിഷത്തിലും ക്രിസ്തുയേശു പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ നിന്ന് പോകുവനെന്നാണ് പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ എന്തുമാത്രം നീതിയോടുകൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിർവഹിച്ചത്. എന്തുമാത്രം യേശു മനസ്സുണ്ടായിരുന്നു. പലതും ഞാൻ ചെയ്യുന്നുണ്ട്. ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആഹാരം വെച്ച് വിളമ്പുന്നുണ്ട്. അതിങ്ങനെ കിടപ്പ് രോഗിക്ക്, വീട്ടിലെ തന്നെ പ്രായമായ അപ്പൻ, അമ്മ, വല്യപ്പൻ, വല്യമ്മ, അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിനെ മാത്രം നോക്കി ദൈവം അനുഗ്രഹമൊന്നും തരാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നില്ല. ചെയ്യുന്നതിനേക്കാളും അപ്പുറത്ത് എന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, എന്റെ സമീപനം, അതൊക്കെ ദൈവം കുറെ കൂടി ആഴത്തില് പരിശോധിക്കുന്നുണ്ട്. ഇനി ചെയ്യുന്ന കാര്യത്തിന്റെ ആ ഒരു നന്മയും അതിനകത്തെ സൽക്കർമ്മത്തിന്റെ ശ്രേഷ്ഠതയുമൊക്കെ പരിഗണിച്ചാണ് വലിയ അനുഗ്രഹം തരേണ്ടതെന്നൊരു ഭാവമുണ്ടോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു 30 വർഷത്തോളമായി കിടക്കയിലായ മനുഷ്യർ ഈ ഭൂമിയിലില്ലേ? 30 അതിനപ്പുറത്തോ അതിനിപ്പുറത്തോ ഒക്കെ ദീർഘമായ കാലം, ഹ്രസ്വമായ കാലം ഒക്കെ കിടക്കയില് പെട്ടുപോയ മനുഷ്യരുണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗം കൊണ്ടും തളർച്ച കൊണ്ടും ഒക്കെ. അവർക്ക് എന്തെങ്കിലും ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാനായിട്ട് ന്യായമുണ്ടോ? അവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവർ ആ വീട്ടിലുള്ള ഒരു കാര്യത്തിലും നേരിട്ട് ഇടപെടുന്നില്ല, അല്ലാതെയും ഇടപെടുന്നില്ല. അവർ പിന്നെ യേശുസന്നിധിയിൽ എന്ത് കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും പേരിലാണ് നിലനിൽക്കാൻ പോകുന്നത്? അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് ഭാവിക്കണ്ട, വിചാരിക്കണ്ട. ചെയ്ത കാര്യങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മൾ എന്തുമാത്രം നീതിബോധത്തിലാണ്, ക്രിസ്തുബോധത്തിലാണ്. ഈ നീതിബോധം എന്ന വാക്കിനെ നമ്മൾ കുറേയും കൂടി ഒന്ന് മാറ്റിപ്പറഞ്ഞ ക്രിസ്തുബോധത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.